എന്നാൽ അതിനു മുൻപ് കാർത്തികേയനെ പരീക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. പരോപകാരവും സന്തോഷവും സഹതാപവും ഉണ്ടാകേണ്ടത് അനിവാര്യം തന്നെയാണ്. കാർത്തികേയന് പരിവർത്തനം സംഭവിച്ചോ ഇല്ലയോ എന്നും ഈ സമസ്ത ഗുണങ്ങളും അവനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നും അവനെ പരീക്ഷിച്ചതിന് ശേഷം മാത്രമേ നിശ്ചയിക്കുവാൻ സാധിക്കുകയുള്ളൂ. സ്വന്തം പുത്രനെ തന്നെ പരീക്ഷിക്കുകയാണോ സ്വാമി? നമ്മുടെ കാഴ്ചപ്പാടിൽ ഏവരും തുല്യരാണ് പാർവതി. നിന്നെയും നാം പരീക്ഷിച്ചിരുന്നതാണ്. നമ്മെ ആരാധിക്കുന്നവർ ആര് തന്നെയായാലും അവരെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഇനി കാർത്തികേയൻ അങ്ങയോടുള്ള ആദരവും ഭക്തിയും ശീലങ്ങളുമെല്ലാം അവനെ പരീക്ഷിക്കുന്നതിലൂടെ മാത്രമേ അങ്ങയ്ക്ക് ബോധ്യമാവുകയുള്ളൂ എങ്കിൽ നമുക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. നമ്മുടെ പുത്രൻ ഈ പരീക്ഷണത്തിൽ വിജയിക്കുന്നത് തന്നെയാണ്. നിശ്ചയമായും അവൻ കൈലാസത്തിലേക്ക് മടങ്ങും.